കാർഡ്. ഈ ഒരു ജോബ് കാർഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ CarJJ ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. ഒരു കസ്റ്റമർ ഇപ്പോൾ നമുക്ക് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ CarJJ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ ബോഡി ഷോപ്പ് വർക്കാണ് CarJJ ചെയ്യുന്നത്. അതായത് കാറുകളുടെ പെയിൻറ്റിങ്, അതേപോലെ തന്നെ പാച്ച് വർക്ക്, റീസ്റ്റോറേഷൻ, കൺവേർഷൻ, മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് CarJJ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺവേർഷൻ അതേപോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ CarJJ ഒരു വണ്ടിയും കൊണ്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യണത്, നിങ്ങൾ വർക്കിംഗ് ടൈമിലാണ് വരുന്നത്. 9:30 തുടങ്ങി 6 മണി വരെയാണ് നമ്മളുടെ ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. 5:45 6 മണി വരെയാണ് നമ്മളുടെ ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു വർക്കിംഗ് ടൈമിലാണ് നിങ്ങൾ നമ്മുടെ CarJJ വണ്ടി കൊണ്ട് വരണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ 2-3 ആൾക്കാർ അതായത് വണ്ടി ഫുള്ളായിട്ട് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും. വണ്ടി ടോപ്പ് ഡാമേജ് ഉണ്ടോ, നമ്മുടെ സൈഡ് വശങ്ങളിൽ ഡോറിൻ്റെ അടിവശങ്ങളിൽ റസ്റ്റ് ഉണ്ടോ, ഓവറായിട്ട് പുട്ടിയുണ്ടോ, ഓവറായിട്ട് ലെയർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഒരു പ്രൈമറി എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ 9:30 തുടങ്ങി 6 മണി വരെയുള്ള ആ സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഒരു പ്രൈമറി എസ്റ്റിമേറ്റും കാര്യങ്ങളും തരും. ഒരു പ്രൈമറി എസ്റ്റിമേറ്റിന് ജോബ് കാർഡ് ഓപ്പൺ ചെയ്യും. ഞാൻ നിങ്ങളുടെ ജോബ് കാർഡ് ആദ്യം കാണിച്ചു തരാം. നമ്മുടെ ജോബ് കാർഡ് എന്ന് പറയുന്ന ഇതിൽ നമ്മുടെ ജോബ് കാർഡ്, ഈ ഒരു ജോബ് കാർഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി ഫുൾ പെയിൻറ്റിങ് ആണോ, കൺവേർഷൻ ആണോ, റീസ്റ്റോറേഷൻ ആണോ, ആക്സിഡൻറ്റ് വർക്കാണോ, ഈ ഒരു 3 കാറ്റഗറിയാണ്, ഈ ഒരു 4 കാറ്റഗറിയാണ് നമ്മളിവിടെ ജോബ് കാർഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ പെയിൻറ്റിങ് ആണ്, ഫുൾ പെയിൻറ്റിങ് മാത്രം ടിക്ക് ചെയ്യും. കൺവേർഷൻ കൂടി ഉണ്ടെങ്കിൽ രണ്ടും ടിക്ക് ചെയ്യും. അതുപോലെ റീസ്റ്റോറേഷൻ ഉണ്ടെങ്കിൽ റീസ്റ്റോറേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെൻറ്റുമാരുള്ള വാഹനങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്യേണ്ടി വരും. ഫുള്ളായിട്ട് അയച്ച് ബോഡിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ റീസ്റ്റോറേഷൻ വർക്ക്, ആക്സിഡൻറ്റ് വർക്കിന് വേണ്ടി തട്ടിയിട്ടുണ്ട്. പ്ലസ് കൺവേർഷൻ ഉണ്ടെങ്കിൽ ഈ 3 നമ്മൾ ടിക്ക് ചെയ്യും. അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളും നോട്ട് ചെയ്യും. ബോഡിയിൽ നിലവിലുള്ള കളർ നമ്മൾ നോട്ട് ചെയ്യും, വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യും. വണ്ടി കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളർ നിങ്ങൾ കൺഫേം ആയിട്ട് വരണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളർ ഇതിൽ ആഡ് ചെയ്യും. കാറ്റഗറി നമ്മളിവിടെ ഒന്നുകൂടി ആഡ് ചെയ്യും. ടൈപ്പ് 4 കൺവേർഷൻ, ഇന്നോവ ടൈപ്പ് 4 കൺവേർഷൻ, ഇന്നോവ ടൈപ്പ് 4 കൺവേർഷൻ ആഡ് ചെയ്യും. അതെല്ലാം ഫുൾ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഫുൾ പെയിൻറ്റിങ് ആഡ് ചെയ്യും. ഇവിടെ ഡേറ്റ് ചെയ്തും. അതേപോലെ തന്നെ കസ്റ്റമർ വോയിസ്, കസ്റ്റമർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ നോട്ട് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളിവിടെ നോട്ട് ചെയ്യും. അതേപോലെ തന്നെ വണ്ടിയിലുള്ള ചെക്ക് ഷീറ്റാണത്. ബാറ്ററി ഉണ്ടോ, സ്റ്റെപ്പിന് ബാറ്ററി ഏത് ഇയർ ബാറ്ററിയാണ് നിലവിലുള്ളത്, സ്റ്റെപ്പിന് ഉണ്ടോ, ഹെഡ്ലൈറ്റ് ഡാമേജ് ഉണ്ടോ, ടൈലൈറ്റ് ഡാമേജ് ഉണ്ടോ, ഫ്രണ്ട് ഗ്ലാസ് ഡാമേജ്, സൈഡ് ഗ്ലാസ് ഡാമേജ് ഉണ്ടോ, റിയർ ഗ്ലാസ് ഡാമേജ് ഉണ്ടോ, ഹോൺ വർക്കിംഗ് ആണോ, റിവേഴ്സ് ലൈറ്റ് വർക്കിംഗ് ആണോ, എൻജിൻ ക്യാബിൻ എന്തെങ്കിലും ഡാമേജ് കാണുന്നുണ്ടോ, കേബിൾ എങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഒരു ചെക്ക് ഷീറ്റാണ് നിങ്ങൾക്ക് കാണാം. ഈ ഫുള്ളായിട്ട് കാര്യങ്ങൾ നമ്മൾ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം നമ്മൾ കസ്റ്റമറുടെ ഫോൺ നമ്പർ, കസ്റ്റമറുടെ വണ്ടിയും എവിടെയൊക്കെ നമ്മൾ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യും. അതിനുശേഷം കസ്റ്റമർ ഉദ്ദേശിക്കുന്ന വർക്ക്, അതിലെന്തൊക്കെ പാർട്സുകൾ നമുക്ക് നിലവിൽ ബേസിക് ആയിട്ടുള്ള പാർട്സുകൾ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ടിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കസ്റ്റമറിൽ നിന്ന് സൈൻ ചെയ്തിട്ട് ഞാനും സൈൻ ചെയ്തിട്ട് ഈ ഒരു ജോബ് കാർഡ് നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങും. അതിൽ ഒരു കോപ്പി കസ്റ്റമർക്ക് കൊടുക്കും, ഒരു കോപ്പി വണ്ടിയിൽ വെക്കും, ഒരു കോപ്പി നമ്മളുടെ കയ്യിൽ വെക്കും. അങ്ങനെ 3 കോപ്പികളാണ് ഉള്ളത് കേട്ടോ. ഒരു കോപ്പി നമ്മൾ നമ്മുടെ ഗ്യാരേജിൽ വെക്കും, ഒരു കോപ്പി കസ്റ്റമർക്ക് കൊടുക്കും, ഒരു കോപ്പി നമ്മുടെ ഏതാണ് വണ്ടി ആ വണ്ടിയുടെ അകത്തും വെക്കും കേട്ടോ. അങ്ങനെ 3 കോപ്പിയാണ് നമ്മൾ ഈ ജോബ് കാർഡ്. ഈ ഒരു ജോബ് കാർഡാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന ജോബ് കാർഡ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഇൻസ്പെക്ഷനാണ്. സെക്കൻഡ് ഇൻസ്പെക്ഷൻ ആണെന്നുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയുമ്പോൾ ചെയ്യണത് സെക്കൻഡറി ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വണ്ടി നിലവിൽ നിങ്ങൾ നോക്കണമെങ്കിൽ കംപ്ലൈൻറ്റും കാര്യങ്ങൾ ഇത് സൈഡ് വശമൊക്കെ നോക്കണമെങ്കിൽ നീറ്റായിരുന്നു. അങ്ങനെ നമ്മൾ പുറമേ നോക്കുമ്പോൾ ഈ വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. നീറ്റ് വണ്ടി ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് സാധനം അയച്ചു, ഫ്രണ്ടിലൊന്നും ഒരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഒരു വൈറ്റ് കളർ കാണാൻ വൃത്തിയുള്ള നീറ്റായിട്ടുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടി കയറ്റുമ്പോൾ നമ്മൾ പാച്ച് വർക്കിന് വേണ്ടിയിട്ട് വണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പാച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആർച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ആർച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കാണാം പുട്ടിയുടെ അളവ് കൂടുതലാണ്. ഏകദേശം 1 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് പുട്ടിങ് കാര്യങ്ങളുണ്ട്. അതിനുശേഷം അപ്പം നമുക്ക് മനസ്സിലായി വണ്ടിയുടെ റസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളുണ്ട് മനസ്സിലായി.
അപ്പോൾ തന്നെ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ ബാക്ക് സീറ്റിന് അയച്ച് പ്ലാറ്റ്ഫോം ഒന്ന് പൊക്കി നോക്കും ബാവട്ടെ. പ്ലാറ്റ്ഫോം പൊക്കി നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ്. മേജർ പാച്ച് വർക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കസ്റ്റമർക്ക് നമ്മൾ നിലവിൽ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8000 രൂപയുടെ പാച്ച് വർക്ക് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മളിത് അയച്ചു കഴിഞ്ഞപ്പോൾ കണ്ട പ്ലാറ്റ്ഫോം മൊത്തത്തിൽ ഡാമേജാണ്. അപ്പോൾ നമുക്കിത് ഒരു മേജർ പാച്ച് വർക്ക് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കസ്റ്റമർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഈ 5 സീറ്റ് നമ്മൾ 7 സീറ്റ് നമ്മൾ അയച്ച് പുറത്ത് വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് പ്ലാറ്റ്ഫോം മൊത്തമായിട്ട് അയച്ച് ഡീറ്റെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റമർക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ച് കസ്റ്റമർ അപ്രൂവൽ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ വർക്ക് രണ്ടാമതും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വണ്ടിയുടെ പുട്ടി വർക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി പുട്ടി വർക്കിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ അമ്മാൻ അവിടെ ചെയ്യണ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. ഫുള്ളായിട്ട് തന്നെ വെള്ളം ഉപയോഗിച്ച് പേപ്പർ യൂസ് ചെയ്തിട്ട് അമ്മാൻ കോൺസെ പേപ്പർ കിട്ടണൊക്കെ പേപ്പർ 200 പേപ്പർ യൂസ് ഫുള്ളായിട്ട് തന്നെ വണ്ടി കട്ട് ചെയ്യാണ്. ഇത് അഴുക്കും കാര്യങ്ങളും അതേപോലെ തന്നെ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും ക്ലീൻ കോട്ട് മാക്സിമം നമ്മൾ കട്ട് ചെയ്ത് കളയാവുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഈ രീതിയിൽ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത വണ്ടി നിലവിൽ ഇവിടെ പുട്ടി വർക്ക് അയച്ച് കിടക്കുന്ന വണ്ടിയില്ല. പുട്ടി വർക്ക് ഫുള്ളും സ്റ്റാർട്ട് ചെയ്ത് ബോഡി ഫുള്ളും ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വണ്ടി കിടക്കുന്ന മാതിരി തന്നെ പ്രൈമർ കോട്ട് അടിക്കും. പ്രൈമർ കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുമ്പോൾ അടിച്ചിരിക്കുന്ന പ്രൈമർ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു പ്രൈമറാണ് നമ്മൾ ഈ ഒരു വണ്ടിമ അടിച്ചിരിക്കുന്ന പ്രൈമർ എന്ന് പറയുന്നത്. ഇത് കാപ്സിയുടെ 2K ക്വാളിറ്റിയിലുള്ള പ്രൈമറാണ്. നമ്മൾ ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളമായി. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമറും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമ്മൾ SD പ്രൈമർ, നോർമൽ സർഫേസ്, 2K പ്രൈമർ, 1K പ്രൈമർ എന്നൊക്കെ പറഞ്ഞാൽ നാഷണൽ എന്ന കമ്പനിയുടെയും അതേപോലെ പല കമ്പനിയുടെയും പ്രൈമറും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾക്കിപ്പോൾ ഇത്ര നാളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾക്ക് ഏത് പ്രൈമറാണ് നല്ലത്, അതിന് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു മനസ്സിലാക്കി നമ്മൾ കാപ്സിയുടെ പ്രൈമർ മാത്രമാണ് ഇപ്പോൾ 2023 ഇപ്പോൾ തുടങ്ങി നമ്മൾ യൂസ് ചെയ്യാൻ പോണ പ്രൈമർ. ഏകദേശം ഒരു ഡിസംബർ മാസം നമ്മൾ ഈ ഒരു കാപ്സിയുടെ പ്രൈമർ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നറിലേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് പുറത്തേക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ വീഴുന്ന പെയിൻറ്റിനെ വലിച്ച് പിടിക്കാതെ അത് ഒരു സ്മൂത്തായിട്ടുള്ള രീതിയിൽ തന്നെ പുറമെ വീഴ്ത്താനുള്ള രീതിയിലുള്ള ഒരു സർഫേസ് ക്ലിയർ ചെയ്തുണ്ടാക്കും. അതേപോലെ ഒരു ഫില്ലിംഗ് ആയിട്ട് കിടക്കും. അത്യാവശ്യം തിക്നെസ്സിൽ ഒരു പ്രൊട്ടക്ഷൻ ഫില്ലറായിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രൈമർ കിടക്കും. അത് കാരണം ആണ് നമ്മൾ ഈ ഒരു പ്രൈമർ തന്നെ യൂസ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തത്. അപ്പോൾ ഈ ഒരു പ്രൈമറായിരിക്കും ഇനി മുതൽ നമ്മൾ വാഹനങ്ങളിൽ അടിക്കാൻ പോകുന്ന പ്രൈമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. നിങ്ങൾ കാണാം പ്രൈമർ കോട്ട് അടിച്ചതിന് ശേഷം നോർമലായിട്ട് ഒരു ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ പാർപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത് ഇനിയിപ്പോൾ 400-600 പേപ്പർ യൂസ് ചെയ്തിട്ട് പാഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഷേപ്പ് കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്ത് കളയും കേട്ടോ, അത്ര ലെവലും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പ്രൈമർ കോട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഷേപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു പെയിൻറ്റിൻ്റെ അണ്ടർ കോട്ട്. നമ്മളിപ്പോൾ ഈ ബൂത്തി കിടക്കുന്ന ഈ ഒരു വണ്ടി നമ്മൾ അടിക്കാൻ പോകുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർണറ്റഡ് എന്ന് പറയുന്ന കളറാണ്. ഈ ഒരു ഗാർണറ്റഡ് കളർ നമ്മൾ അടിക്കുന്നതിനേക്കാളും മുമ്പ് അതിൻ്റെ അണ്ടറായിട്ട് പ്രൈമർ കോട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ അടിവശത്തായിട്ട് നമ്മൾ അടിക്കേണ്ട കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലാക്ക് പെയിൻ്റാണ് അതിൻ്റെ അണ്ടറായിട്ട് അടിക്കേണ്ട പെയിൻറ്റ്. അപ്പോൾ ഈ ഒരു വണ്ടി ഗാർണറ്റഡ് അടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അണ്ടർ കോട്ടായിട്ടുള്ള ബ്ലാക്ക് കളർ അടിച്ച് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ 1000 പേപ്പർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്മൂത്ത് ചെയ്ത് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുമ്പോൾ ഉള്ള എവിടെയെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ പെയിൻറ്റ് കോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഞാൻ പെയിൻറ്റ് ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ആ ഒരു പെയിൻറ്റ് നമ്മൾക്ക് കാണാം.
ഗാർണറ്റ് റെഡ് എന്ന് പറയുന്ന ക്രിസ്റ്റയ്ക്ക് വരുന്ന ആ ഒരു കളറാണത്. അതാ ഈ ഒരു ബ്ലാക്ക് അടിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ അടിക്കാൻ പോണത് ഡയറക്റ്റ് ഈ ഒരു പെയിൻ്റാണ് കേട്ടോ. ഇനി ടൈക്ലോത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു അടിച്ച ബോഡീനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇതേപോലെയാണ് നമ്മുടെ വണ്ടി ബൂത്തിലെത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യും. പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ 2K ക്വാളിറ്റിയിലുള്ള നമ്മുടെ ക്ലിയറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ക്യാപ്സിൽ പറഞ്ഞ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ക്ലിയറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ 2023 തുടങ്ങി അതിൽ ഒരു കോംപ്രമൈസ് ഇല്ല, ഫസ്റ്റ് ക്വാളിറ്റി ക്ലിയർ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ക്യാപ്സി തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ മെറ്റീരിയൽ നമ്മൾ പ്രൈമറിയും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന ബാക്കി ഇപ്പോൾ അണ്ടർ കോട്ടും കാര്യങ്ങളിലൊക്കെ ക്യാപ്സ് അല്ലാണ്ട് വേറെ നമ്മൾ യൂസ് ചെയ്തിരുന്നു. അതിനുള്ള എമൗണ്ടും കാര്യങ്ങളും നമ്മൾ വാങ്ങിയിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി ഫുൾ സാധനങ്ങൾ ഇപ്പോൾ പ്രൈമർ, അതേപോലെ തന്നെ അണ്ടർ കോട്ട്, അതേപോലെ തന്നെ നമ്മുടെ പെയിൻറ്റ്, അതേപോലെ തന്നെ ക്ലിയർ, ഇതെല്ലാം ക്യാപ്സ് തന്നെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് അതിൻ്റെ ക്ലിയർ കോട്ടാണ്. ആ ഒരു വണ്ടി ഫുള്ളായിട്ട്, ആ വണ്ടി എന്നല്ല ഏതൊരു വണ്ടിയായാലും അതിൻ്റെ ക്ലിയർ കോട്ട് കണ്ട നല്ല തിക്നെസ്സിലായിരിക്കണം എപ്പോഴും ക്ലിയർ കോട്ട് തന്നെ. ക്ലിയർ കോട്ടാണ് നമ്മൾ ഏതൊരു വണ്ടിയുടെയും പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു വണ്ടി നമ്മൾ പെയിൻറ്റിങ് ചെയ്തു. പിന്നെ ഞാൻ ഈ ഒരു മാസം ഞാൻ ഒരു വണ്ടി പെയിൻറ്റിങ് ചെയ്തു. ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ ഗ്ലേസിങ് നമ്മൾ നഷ്ടപ്പെട്ടാൽ പോലും ആ ക്ലിയർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ബഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്ലേസിങ് വീണ്ടും എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 2 കോട്ട് ക്ലിയർ കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എല്ലാവരും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞതുള്ളൂ 2 കോട്ട് ക്ലിയർ കോട്ട് ക്യാപ്സിൽ 2K കോട്ട് ക്ലിയർ അപ്ലൈ ചെയ്യും. ഇത് നമ്മൾക്ക് എങ്ങനെ വന്നാലും ഒരു 3, 4, 5 കട്ടിങ് ഒക്കെ ചെയ്ത് ബഫ് ചെയ്താലും ഇതിന് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. ഈ 4, 5, 6, 7, 8 ഒക്കെ ബഫ് കട്ട് ചെയ്യാം. പക്ഷേ കട്ട് ചെയ്യണതിൻ്റെ ആ ഒരു പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് 2000-ൻ്റെ 1500, മാക്സിമം ഏറ്റവും കുറഞ്ഞത് ഏറ്റവും ഇതായിട്ടുള്ള റഫായിട്ടുള്ള 1500, 2000, 3000 അങ്ങനെ പേപ്പർ യൂസ് കട്ട് ചെയ്ത് നമുക്ക് പിന്നീട് അതിൻ്റെ ഗ്ലേസിങ് വീണ്ടും എടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ബഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ഓരോ വണ്ടിയും വാഷിങ് ചെയ്തതിന് ശേഷം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയ്ക്കും പ്രോസസ്സിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ വണ്ടി നമ്മളുടെ CarJJ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്യാരേജിൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചില വാഹനങ്ങളിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ആ കംപ്ലൈൻറ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വാഹനത്തിന് ഒരുപാട് റസ്റ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനത്തും ഒരുപാട് പുട്ടി കയറിയിട്ടുണ്ട്. വാഹനത്തും ഒരുപാട് ലെയർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വണ്ടി ഇപ്പോൾ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് അംബാസിഡറിന് അടിക്കണ മാതിരി തന്നെ ഫുള്ള് ഉരച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്യും. ഒരുപാട് നാൾ കിടക്കുന്ന വണ്ടിയാണ്. ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്യും. ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോക്സിയും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നീട് അതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റ് പൊന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിന് ശേഷമാണ് പുട്ടി വർക്കും കാര്യങ്ങളും ചെയ്യും. പ്രൈമർ അടിക്കും, അതേപോലെ നമ്മുടെ അണ്ടർ കോട്ട് അടിക്കും, പെയിൻ്റ് അടിക്കും, വണ്ടി ഇറക്കും. അപ്പോൾ നമ്മൾ മാക്സിമം കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാണ്ട് ഇരിക്കാനുള്ള രീതിയിലാണ് ഓരോ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോൾ CarJJയിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ 2021 തുടങ്ങി നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങളോട് ഓപ്പണായിട്ട് പറയും. അതായത് നമ്മളിപ്പോൾ വണ്ടി പ്രൈമറി എസ്റ്റിമേറ്റ് ആദ്യം കൊടുക്കും. അതിനുശേഷം വണ്ടി അയച്ചതിന് ശേഷം ഇങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുകയുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഇനി ഞാൻ പറയാനുള്ളത് നമ്മുടെ കോസ്റ്റിൽ വന്നാണ് ചെറിയ ചെറിയ ചേഞ്ചുകളാണ്. കാരണം നമ്മൾ ഈ ഒരു കോസ്റ്റ് നമ്മുടെ CarJJയിൽ 45,000 രൂപയാണ് ഒരു ഇന്നോവ പെയിൻറ്റിങ് ചെയ്യുന്നതിന് നമ്മൾ വാങ്ങിയിരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോസ്റ്റ് നമ്മൾ ഇട്ടിരുന്നത് ഏകദേശം 5 വർഷം മുമ്പാണ്. ഈ ഒരു 5 വർഷം മുമ്പും ഇന്ന് വരെ, അതായത് ഈ 2022 31 വരെ നമ്മൾ വാങ്ങിയ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 45,000 രൂപ തന്നെയായിരുന്നു. പ്ലസ് പാച്ച് വർക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങൾ പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ പാച്ച് വർക്കിൻ്റെ റേറ്റും ഇങ്ങനെ വാങ്ങിയിരുന്നത്. ഇത് നിങ്ങൾക്കറിയാം 5 വർഷം കൊണ്ട് നമ്മളെ ലേബർ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വന്ന പ്രകാശൻ എന്ന് പറഞ്ഞ ചേട്ടന് ആദ്യം ഞാൻ കൊടുത്തിരുന്ന സാലറി എന്ന് പറയുന്നത് 700 രൂപയായിരുന്നു. ഞാനിപ്പോൾ ആ സെയിം ആൾക്ക് തന്നെ ഞാൻ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് 1000 രൂപയാണ് ഒരു ദിവസത്തെ. അപ്പോൾ ആ ലേബറിൽ വ്യത്യാസം വന്നു, പാർട്സുകൾക്ക് വ്യത്യാസം വന്നു. പ്ലസ് നമ്മൾക്ക് ലേബർ ഉണ്ടാവും, പാച്ച് വർക്ക് ഉണ്ടാവും, അയക്കിൽ റിമൂവ് ഫിറ്റിങ്ങും. ഇപ്പോൾ നമ്മളൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പെയിൻറ്റിങ് മാത്രമല്ല ചെയ്യേണ്ടത്, വണ്ടി ഫുള്ളായിട്ട് അയക്കണം. അതേപോലെ തന്നെ നമുക്ക് റീസെറ്റിങ്ങും ചെയ്യണം. അപ്പോൾ അതിനുള്ള ചാർജും കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ഇന്നോവയ്ക്ക് നമ്മളിഞ്ഞ് വാങ്ങാൻ പോകുന്ന ചാർജ് ഒന്ന് 55,000 രൂപയായിരിക്കും കേട്ടോ. 55,000 ആയിരിക്കും ഒരു ഇന്നോവ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നത്. അതേപോലെ തന്നെ ഹാച്ച്ബാക്ക്, സഡാൻ എന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അതേപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് റൈറ്റും കാര്യങ്ങളും
ചെക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഫുൾ റേറ്റ് ഞാൻ 1 by 1 ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വണ്ടിയാണ്, വലിയ പാച്ചറും കാര്യങ്ങളൊന്നും ഇല്ല. ഒറ്റക്കോട്ട് പെയിൻ്റ് അടിച്ചാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വണ്ടിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുക കേട്ടോ. വണ്ടി അയച്ച് നോക്കും. ചില വണ്ടികൾ പുതിയ വണ്ടികളായിരിക്കും. ഇവിടെ തന്നെ ഒരുപാട് വണ്ടികൾ അങ്ങനെ പുതിയ വണ്ടി, ഫോർഡിൻ്റെ ഒരു വണ്ടി നമ്മൾ വാങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് കൊടുത്തു. പക്ഷേ ആ വണ്ടിക്ക് നമുക്ക് ഒരുപാട് മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് നമ്മൾക്കൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാത്ത വാഹനങ്ങൾക്കൊക്കെ ഈ റേറ്റ് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടിരിക്കും, ഒരു വണ്ടി വന്നപ്പോൾ നമ്മൾക്കൊരു പ്രൈമറി എസ്റ്റിമേറ്റ് 8,000 രൂപ നമ്മൾക്ക് പാച്ച് വർക്കിന് പറഞ്ഞു. പക്ഷേ ആ വണ്ടി അയച്ചതിന് ശേഷം നിങ്ങൾ കണ്ടിരിക്കും ഭയങ്കര മോശമാണ്. അപ്പോൾ അത് കസ്റ്റമറോട് ഇനി സംസാരിച്ചതിന് ശേഷം കസ്റ്റമർ കണ്ടതിന് ശേഷം കസ്റ്റമർ തന്നെ ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ ആദ്യം ഒരു റേറ്റ് പറഞ്ഞതല്ലേ, നിങ്ങൾ എന്ത് ടിപ്പം തെറ്റി മാറ്റി പറയാൻ നിൽക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ചില കസ്റ്റമേഴ്സിന് അത് മനസ്സിലാവും. ഇത്ര വർക്ക് ഉണ്ടായല്ലേ എന്നുള്ള, ഉള്ളിൽ ഇത്ര വർക്ക് ഉണ്ടല്ലോ എന്നുള്ള മനസ്സിലാവും. ചിലവർക്ക് അത് മനസ്സിലാവില്ല. കാരണം നമ്മൾ ഓൾറെഡി റേറ്റ് പറഞ്ഞു പോയ സ്ഥിതിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ആ ജോബ് കാർഡിൽ പ്രൈമറി എസ്റ്റിമേറ്റ് എന്നും പറഞ്ഞിട്ട് നോട്ട് ചെയ്യുകയും സെക്കൻഡറി എസ്റ്റിമേറ്റ് ആയിട്ട് ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് കസ്റ്റമർ അപ്രൂവൽ തന്നാൽ ആ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയും ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ CarJJ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പറുകളും അതേപോലെ ഡിസ്ക് നമ്മൾ മിഷനറിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണത് ബോഡി ഇപ്പോൾ പ്രൈമറി കട്ടിങ് കാര്യങ്ങൾ, ബോഡി ഫിൽറ്റർ അപ്ലൈ ചെയ്തതിന് ശേഷം പ്രൈമറി കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബഫിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ സാൻഡിങ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് ശേഷം പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കൈ കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കണം, എന്നാൽ ആ ഷേപ്പ് കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ കൈ കൊണ്ട് എടുക്കുന്ന പേപ്പറും കാര്യങ്ങൾ, ഈ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മാസ്കിൻ ടേപ്പ് നമ്മൾ 3M മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ വേറെ കമ്പനിയുടെ വരാറുണ്ട് കേട്ടോ. അത് ഷോപ്പിൽ ലഭ്യത കുറവ് കാരണം വേറെ കമ്പനിയുടെ മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഡിസ്ക് പാഡൊക്കെ യൂസ് ചെയ്യുന്നത് 3M തന്നെ ഡിസ്ക് പാഡ് യൂസ് ചെയ്യുന്നത്. പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 3M വാറ്റ്സാണ് പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നോട്ടോണിൻ്റെ റബ്ബിംഗ് ആണ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഗ്യാരേജിൽ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ, പിന്നെ ഗ്ലാസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ഇപ്പോൾ കോമ്പിനേഷന്മാരുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്യാപ്സിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പോട്ടി ലുക്ക് വേണം, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റിന് കമ്പനി വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഗ്ലാസ് റേറ്റ് എന്ന് പറഞ്ഞ കമ്പനി, ക്യാപ്സിയാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് റേറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഒരു പ്രീമിയം ബ്രാൻഡാണ് ഗ്ലാസ് റേറ്റ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വണ്ടി ഒരു വെറൈറ്റി കളർ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ആ കോസ്റ്റ് നമ്മൾക്ക് ആ സമയത്ത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞ കളറിനൊക്കെ നല്ല വെറൈറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ ഒരു വെറൈറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ ഇപ്പോൾ നിലവിൽ ഷോറൂമിൽ വന്നാണ് എല്ലാ വാഹനങ്ങളുടെയും പെയിൻറ്റ് നമ്മുടെ എന്തിട്ട് പറയാം നോർമലി ക്യാപ്സിലാണ് നമ്മൾക്ക് ലഭ്യമാണ്. പിന്നെ ഈ പോർഷന്മാരുള്ളതും ഫെരാരിമാരുള്ളതും വണ്ടികളുടെ ചില കളേഴ്സ് മാത്രം നമുക്ക് വേറൊരു ബ്രാൻഡിലേക്ക് നമുക്ക് മാറേണ്ടി വരും. അങ്ങനെയും നിങ്ങൾ അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ റേറ്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2023. എല്ലാവരും നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടി വാഹനങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള 3 നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ 9 മണി തുടങ്ങി 6 മണി വരെയാണ് നിങ്ങൾ കോൾ ചെയ്യുന്നത്. 7 മണി വരെ കോൾ ചെയ്യണമെങ്കിൽ എന്തായാലും കോൾ വിളിച്ചാൽ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ എന്തായാലും കോൺടാക്ട് ചെയ്താൽ കിട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വാട്സാപ്പിൽ കോൺടാക്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ 2 ഗ്യാരേജിൻ്റെയും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങളാണ് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ബോഡിയുടെ പാർട്സുകളും കാര്യങ്ങളും, ഏതൊക്കെ ബോഡി പാർട്സുകളാണ് യൂസ് ചെയ്യണത്, കമ്പനി ബോഡി പാർട്സ് ആണോ അതോ വേറെ ബ്രാൻഡാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.